ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4th സെമസ്റ്റർ എക്സാം രജിസ്ട്രേഷൻ്റെ നോട്ടിഫിക്കേഷൻ. തിങ്കളാഴ്ച മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കുകയാണ്. ആർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും? ഇവർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ലെന്ന് തമ്മിലിട്ടിന് കാര്യമുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. ഒരുപാട് തരത്തിലുള്ള വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അതായത് ഈ ഓരോ വർഷങ്ങളിലൊക്കെ ആയിട്ട് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഞങ്ങൾക്ക് ഈ 4th സെം നടക്കുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ 4th സെമസ്റ്റർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചതിൽ എന്തുണ്ട്? അഡ്മിഷൻ ഇയർ ഉണ്ട്. ആ അഡ്മിഷൻ ഇയറിനുള്ളിൽ വരുന്നവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ആർക്കൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷൻ നൽകാൻ സാധിക്കും നോക്കാം. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനമായ ഒരു അറിയിപ്പിലേക്ക് പോകാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ രജിസ്ട്രേഷൻ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. 20-ാം തീയതി മുതൽ തിങ്കളാഴ്ച മുതൽ എന്ത് ചെയ്യാണ്? രജിസ്ട്രേഷൻ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റു സംശയമാണ്, ഈ രണ്ട് സംശയം നമ്മൾ ഒന്നിച്ച് പറയുമ്പോൾ ആർക്കൊക്കെയാണ് രജിസ്റ്റർ ചെയ്യുക, ഇവർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതായത് പല വിദ്യാർത്ഥികളും കുറച്ച് ദിവസമായി ഇന്നുൾപ്പെടെ നിങ്ങൾക്കൊരു 20 മണിക്കൂർ മുമ്പ് വരെയുള്ള കമൻ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2018 അഡ്മിഷൻ സാർ 2018 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇതിനായി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമെന്നാണ്. സാർ 2018 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇതിനായി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ ചുമ്മാ പറയുന്നൊന്നുമല്ല. നിങ്ങൾക്ക് ഒരു 20 മണിക്കൂർ മുമ്പ് വന്നൊരു കമൻറ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഏത് വീഡിയോയുടെ ആണെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വന്നൊരു സംശയമാണ്, 2018 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഈ എക്സാമിനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചോദ്യം. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിളിച്ച 4ാം സെമസ്റ്റർ എക്സാം എന്ന് പറയുന്നത് എന്താണ്? റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ 2018 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇതിനായി അപേക്ഷിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ആൻസർ മാത്രമേ ഉള്ളൂ, നോ. 2018 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇതിനായി അപേക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളത് എന്നൊരു ചോദ്യത്തിന് ഒറ്റ വാക്കിൽ തന്നെ ഉത്തരം പറയുകയാണെങ്കിൽ നോ എന്ന് മാത്രമേ ഉള്ളൂ. കാരണം സർക്കുലറിൽ കൃത്യമായി പറയുന്നുണ്ട് 2019 to 2023 അഡ്മിഷനാണ്. 2019 to 2023 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്കാണ് ഇതിനായി അപേക്ഷിക്കാൻ സാധിക്കുക. 2019 to 2023 to 2023 ആണ്. ഇടയ്ക്ക് 13 വന്നിട്ട് 2023 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 2019 to 2023 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്കാണ് ഇതിനായി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, എന്നാണ് സാർ 2018 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ നോട്ടിഫിക്കേഷൻ ഇനി വരുന്നതെന്നും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ വാലിഡിറ്റി പീരീഡ്, അതായത് ഒരു വിദ്യാർത്ഥി എന്നാണോ ഡിഗ്രിയിൽ അഡ്മിഷൻ എടുക്കുന്നത് ആ വർഷം മുതൽ ഏതാണ്ട് 5 to 6 വർഷം വരെയാണ് ആ വിദ്യാർത്ഥിയുടെ വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത്. അതായത് ഒരു വിദ്യാർത്ഥി ഏത് വർഷമാണോ അഡ്മിഷൻ എടുക്കുന്നത് ആ വർഷം മുതൽ, ഇത് ഡിസ്റ്റൻസ് ആയാലും ശരി റെഗുലർ ആയാലും ശരി, നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത് ആ വർഷം മുതൽ 5 to 6 വർഷമാണ് ആ വിദ്യാർത്ഥിയുടെ വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത്. ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ 2024 അഡ്മിഷൻ എടുത്തൊരു വിദ്യാർത്ഥിക്ക് 2029 വരെയോ 2030 വരെ മാത്രമാണ് ആ വിദ്യാർത്ഥിക്ക് വാലിഡിറ്റി പീരീഡ് ഉള്ളത്. റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം 2024 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ 2029 to 2030 വരെ മാത്രമാണ് എഴുതാൻ സാധിക്കുക. പിന്നീട് ആ വിദ്യാർത്ഥിയുടെ വാലിഡിറ്റി പീരീഡ് കഴിയുകയാണ്. ഇനി ആ വിദ്യാർത്ഥിക്ക് എഴുതാൻ പറ്റില്ലേ? എഴുതാൻ പറ്റും. അതിനായി എന്ത് ചെയ്യണം? യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യണം? 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയും അല്ലെങ്കിൽ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയും കോൾ ഫോർ ചെയ്യണം. 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയും അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയെ കോൾ ഫോർ ചെയ്യണം. ഇതിന് പല വാക്കുകളിൽ ഇത് പറയാറുണ്ട്. അതിൽ 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ, അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷ, അല്ലെങ്കിൽ മേഴ്സി ചാൻസ്, എല്ലാ അവസരങ്ങളും നഷ്ടമായവർക്ക്, അങ്ങനെയുള്ള പരീക്ഷകളാണ് ഇനി നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുക. തീർച്ചയായും
2018 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തിക്കും. 2018 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് കൂടുതൽ വിദ്യാർത്ഥികൾ ഇനിയും രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റികൾ എപ്പോഴായിരിക്കും വിളിക്കുക എന്ന് അറിയത്തില്ല. വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ ആ പ്രൊസീജിയർ കുറച്ച് വേഗത്തിലാക്കാൻ വേണ്ടി, അത് യൂണിവേഴ്സിറ്റി പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എക്സാം വിളിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ തന്നെയാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് മെമ്മോറാൻഡം ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കി അയക്കാം. പരീക്ഷ കൺട്രോളർക്ക് മെമ്മോറാൻഡം ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കി അയക്കാം. നിങ്ങൾ അടുത്താണെങ്കിൽ യൂണിവേഴ്സിറ്റിയെ പോയി നേരിട്ട് കോൺടാക്ട് ചെയ്ത് അവരോട് നേരിട്ട് സംസാരിക്കാൻ നോക്കുക. സാർ, ഞാൻ 2018 അഡ്മിഷൻ വിദ്യാർത്ഥിയാണ്, എൻ്റെ എല്ലാ അവസരങ്ങളും നഷ്ടമായി, എൻ്റെ വാലിഡിറ്റി പീരീഡ് കഴിഞ്ഞു, എൻ്റെ എല്ലാ അവസരങ്ങളും നഷ്ടമായി എന്നിങ്ങനെ കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാൻ ബാക്കിയുണ്ടെങ്കിൽ, 4ാം സെമിസ്റ്റർ പരീക്ഷ കൂടുതൽ വിദ്യാർത്ഥികൾ എഴുതാൻ ബാക്കിയുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും? വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷ കോൾ ഫോർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ 2018 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല. 2019 to 2023 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്കാണ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക. ഏതായാലും രജിസ്ട്രേഷൻ എന്ത് ചെയ്യുകയാണ്? തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അറിയിപ്പുകൾ ലഭിക്കുകയാണ്, തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും. അതുപോലെ തന്നെ 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ഇത് നിങ്ങളുടെ അവസാന അവസരമാണ്. അടുത്ത വർഷം എന്ത് ചെയ്തേക്കാം? 2020 to 2024 അഡ്മിഷൻ, ഇപ്പോൾ 2023 അഡ്മിഷനാണ്. അപ്പോൾ ചിലപ്പം 2023 അഡ്മിഷൻ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അടുത്ത വർഷം ചിലപ്പോൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? 2020 to 2024 അഡ്മിഷൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 2019 to 2023 അഡ്മിഷൻസ് വന്നതുകൊണ്ട് തന്നെ 2018 അഡ്മിഷൻകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ 2020 to 2024 അടുത്ത വർഷം വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്കും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. 2020 to 2024 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലാസ്റ്റ് ചാൻസായി കണ്ട്, അതായത് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് തന്നെയാണെന്ന് പറയും. ഇപ്പം 2019 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ അവസാന അവസരമാണെന്ന് കണ്ട് നല്ല രീതിയിൽ പഠിച്ചു മുന്നേറുക. 4ാം സെമിസ്റ്റർ പരീക്ഷ 2019 അഡ്മിഷൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇനി നിങ്ങൾക്ക് റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഉണ്ടാവില്ല. പകരം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 2018 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് വന്ന പോലെ തന്നെ നിങ്ങളുടെ എക്സാം യൂണിവേഴ്സിറ്റി മേഴ്സി ചാൻസ് ആയിട്ട് എല്ലാ അവസരങ്ങളും നഷ്ടമായ വിദ്യാർത്ഥികൾക്ക് എന്ന് പറഞ്ഞ പോലെ കോൾ ഫോർ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അവസാന അവസരമായി കണ്ട് പഠിച്ച് മുന്നേറാൻ ശ്രദ്ധിക്കാം. ഇനിയും സമയമുണ്ട്, നിങ്ങൾക്ക് പഠിച്ച് നല്ല രീതിയിൽ മുന്നേറാം. തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് കറിത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡ് ആൻഡ് ടൈം ഫോർ വാച്ചിങ്. ബൈ.